നമോവാകം. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ രാഷ്ട്രീയ യജമാനന്മാരുടെ പ്രീതിക്കായി തമ്മിലടിച്ചു. പാവപ്പെട്ടവൻ അത്യാവശ്യങ്ങൾക്കായി എത്തുന്ന ജോലി സമയത്ത് മൂട് താങ്ങികളാകാൻ പോയവർക്കെതിരെ നടപടിയെടുക്കാൻ പേടിക്കുന്ന സർക്കാരും നേതാക്കളുമുള്ള നാട്ടിൽ ഇതും ഇതിലപ്പുറവും നടക്കും. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സഖാവ് ആർ സുഗതൻ സെക്രട്ടേറിയറ്റ് ഇടിച്ചു നിരത്തി ചൊറിഞ്ഞണം നടനം എന്ന് പറഞ്ഞത് വെറുതെയല്ല. സർക്കാർ ഓഫീസുകളിൽ കാര്യങ്ങൾ നടക്കുമെങ്കിൽ അടിയന്തരാവസ്ഥയും സഹിക്കാമെന്ന് 1977 തുരന്നെടുപ്പിൽ ജനങ്ങൾ തീരുമാനിച്ചതും വെറുതെയല്ല. 2001 AK ആന്റണി സർക്കാരിൻ്റെ ഭരണകാലത്ത് 1.5 മാസത്തോളം ഭരണ പ്രതിപക്ഷ ജീവനക്കാർ ഒന്നിച്ചു നിന്ന് സമരം ചെയ്തിട്ടും ജനങ്ങൾ ആന്റണി പക്ഷത്ത് നിന്നത് ആന്റണിയോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നില്ല. ഇത്തരം ജീവനക്കാരെ സഹിച്ച് മതിയായതുകൊണ്ടാണ്. അവസാനം സമരം ഉപേക്ഷിച്ച് വാലും ചുരുട്ടി ഓടിയത് ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകുമല്ലോ. നാട്ടുകാരെ പല്ലിളിച്ചു കാട്ടി ജോലി സമയത്ത് ഏതാനും പേർ നടത്തുന്ന ഈ സംഘടിത സാമർത്ഥ്യത്തിനു നേരെ കണ്ണടയ്ക്കുന്നത് ഭരണാധികാരികൾക്കും രാഷ്ട്രീയ മേലാളന്മാർക്കും ഭൂഷണമല്ല. ഈ മൗനം ആപത്താണ്. യഥാർത്ഥത്തിൽ മാവോയിസ്റ്റുകൾ എന്നൊരു കൂട്ടർ കേരളത്തിലുണ്ടെങ്കിൽ അവർ ആദ്യം കടന്നു വരേണ്ടത് നമ്മുടെ സെക്രട്ടേറിയറ്റിലേക്കാണ് എന്നാണ് പൊതുജന സംസാരം. ഒളിക്കാൻ ഇടമില്ലാത്തതുകൊണ്ടാണെങ്കിൽ വിഷമിക്കേണ്ട. കാടിനേക്കാൾ വലുപ്പത്തിൽ കുന്നുകൂടി കിടക്കുന്ന ഫയൽ കൂമ്പാരങ്ങൾക്കിടയിൽ എത്ര ദിവസം വേണമെങ്കിലും ഒളിച്ചിരിക്കാവുന്നതേയുള്ളൂ. ഫയലുകൾക്കിടയിൽ പാമ്പുണ്ടോ എന്ന് മാത്രം സൂക്ഷിച്ചാൽ മതിയത്രേ. ഇങ്ങനെ പോയാൽ വൈകാതെ അതും സംഭവിക്കും എന്ന് തന്നെയാണ് സാധാരണക്കാരുടെ വിശ്വാസം. ഇനി ഈ ആഴ്ചത്തെ കാഴ്ചകളിലേക്ക്. മാണിസാറിനെ ഈറനണിയിച്ച് അതിവേഗം ചാണ്ടിയുടെ ബജറ്റ് അവതരണം. കണ്ണൂരിൽ ജയരാജന്മാർക്കായി പ്രത്യേക സംരക്ഷണ ഇടനാഴി സ്ഥാപിക്കും. ചേ ഗ്രൂപ്പ് കീടങ്ങളെ അകറ്റി ഊ ഗ്രൂപ്പ് ഫാമിംഗ് ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി. ചേട്ടോ പത്രം, ഉമ്മൻചാണ്ടി രാജിവെക്കില്ല. ചൂടുള്ള വാർത്ത, പത്രം പഠിക്കാം. പത്രം 13ാം നിയമസഭാ ചരിത്രത്തിലേക്ക് സഭയിൽ അലഞ്ഞുതിരിഞ്ഞ ശിവൻകുട്ടിക്ക് പ്രത്യേക തൊഴിലായി. മാണിസാറിനെ കേരള കോൺഗ്രസുകാരും കൈവിട്ടു. തുരന്നെടുപ്പ് നിറവിൽ പ്രതിപക്ഷത്തിന്റെ വട്ടക്കളി. കുട്ടി സാഹിബിന്റെ ചോര കുടിക്കാൻ പൂത്താട്ടം തുള്ളുന്നോരെ പൂജി കൽവിൽ. കുഞ്ഞാലിക്കുട്ടിയെയും വഹിച്ചുള്ള കോണിയാത്ര ശംഖുമുഖത്ത് മയ്യത്തായി. മലപ്പുറത്തിനിപ്പുറവും അപ്പുറവും കേരളമുണ്ടെന്ന് കണ്ടെത്തിയതായി കുഞ്ഞാലിക്കുട്ടി. പാതി വിരിഞ്ഞോരു പൂമൊട്ടു ഞാൻ എന്റെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു പോയി. കഷ്ടഗാനം പരിപാടിയിൽ ഇഷ്ടകവിതയുമായി ടീം സോളാർ എത്തുന്നു. അവിടെ താലികെട്ട് ഇവിടെ വേലികെട്ട് എന്നതായിരുന്നു അതിവേഗം ചാണ്ടിയുടെ ബജറ്റ് ദിവസം കേരളം കണ്ട കാഴ്ച. മുഖ്യമന്ത്രി വിത്തെടുത്തുകുത്തി തുരന്നെടുപ്പിനൊരുങ്ങുമ്പോൾ പി ജയരാജനെ അകത്താക്കി പാർട്ടി വേലികെട്ടി. ബജറ്റ് ചോർന്നു എന്ന പരാതിയുമായി പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയും ചെയ്തു. 1957 സി അച്യുതമേനോൻ അവതരിപ്പിച്ച കേരളത്തിൻ്റെ ആദ്യ മന്ത്രിസഭയുടെ ആദ്യ ബജറ്റ് തന്നെ ചോർന്നിട്ട് കേരളത്തിന് ഒന്നും സംഭവിച്ചില്ല. പിന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ ഈ ബജറ്റ് ചോർന്നോ എന്നതല്ല, ഇതേവരെ കേരളം കണ്ട ബജറ്റുകളിൽ നടപ്പാകാതെ പോയ പദ്ധതികൾ എത്രയുണ്ട് എന്നൊരു കണക്കെടുപ്പാണ് എല്ലാവരും നടത്തേണ്ടത്. നമ്മെ മനസ്സിലായി കാണുമല്ലോ. നാമാണ് ആറേക്കാട്ടമ്പാടി തമ്പാൻ. നമ്മെ
2016-17 സംസ്ഥാന ബഡ്ജറ്റ് ഈ മനനീയ സഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നതിൽ എനിക്ക് തികഞ്ഞ അഭിമാനവും ചാരുതാർത്ഥ്യവുമുണ്ട്. അവിടെ കല്യാണ വാദ്യഘോഷങ്ങൾ, ഇവിടെ പാലുകാച്ചൽ. വേഗം എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദമിടോ. പാലുകാച്ചൽ കല്യാണം, കല്യാണം പാലുകാച്ചൽ. CPM-ന്റെ പ്രവർത്തകരെന്ന നിലക്ക് കേസിൽപ്പെടുത്താനുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണം RSS നടത്തുകയും അതിന് സഹായകരമായിട്ടുള്ള നിലപാട് കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വീകരിച്ചതിനെ തുടർന്നാണ് ഈ കേസിൽ UAPA സെക്ഷൻ ഉൾപ്പെടുത്തിയത്. 764.21 കോടി രൂപ കാർഷിക മേഖലയ്ക്കായി മാറ്റിവെക്കുന്നു. CPM-ന്റെ ജില്ലാ സെക്രട്ടറി ജൈവ പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ള സാമൂഹ്യ സേവന തുറകളിലെല്ലാം ആദരവ് പിടിച്ചുപറ്റിയിട്ടുള്ള ഒരാൾ കൃഷിയെ ഒരു ഉപജീവന മാർഗം എന്നതിലുപരിയായി വാണിജ്യ സാമ്പത്തിക പ്രവർത്തന മേഖലയാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. ഇവിടെ ചുമതിയുടെ കഴുത്തിൽ താലി വീഴുന്ന സമയത്ത് അവിടെ കാച്ചിയ പാലിൽ വിഷം കലക്കി കുടിച്ച് തയ്യൽക്കാരൻ പിടയുകയാണ്. അത് ജയരാജൻ ഒരു അത്ഭുതമാണ്. നന്മയുടെ പ്രകാശം ലോകം മുഴുവൻ നിറയ്ക്കാനാകട്ടെ നമ്മുടെ പ്രയത്നങ്ങൾ. ഈ നിയമസഭയുടെ അവസാന സമ്മേളനമായതിനാൽ ചില അവലോകനങ്ങൾ കൂടി നടത്തുകയാണ്. അനന്തപുരിയുടെ മേയറായിരിക്കെ നാടോടി നൃത്തങ്ങളിൽ മാത്രം പങ്കെടുത്ത് പ്രോത്സാഹന സമ്മാനങ്ങൾ നേടി വന്ന കുട്ടിയായിരുന്നു ശിവൻകുട്ടി. അദ്ദേഹം MLA ആയതോടെയാണ് താണ്ഡവ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയത്. അതിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞ വർഷം മാർച്ച് 13-ന്റെ ബജറ്റ് ദിനത്തിലായിരുന്നു. അരങ്ങേറ്റത്തിൽ തന്നെ പക്ഷേ ശിവൻകുട്ടിക്ക് ചുവട് പിഴച്ചു. അങ്ങനെയാണ് മാണിസാർ ബജറ്റ് മേശപ്പുറത്ത് വെച്ചപ്പോൾ പ്രതിപക്ഷം ശിവൻകുട്ടിയെ മേശപ്പുറത്ത് വയ്ക്കാൻ നിർബന്ധിതമായത്. അതിൽ നിന്ന് പാഠം പഠിച്ച ശിവൻകുട്ടി ഇപ്പോൾ മേലനങ്ങാതെ ചെയ്യാവുന്ന മറ്റൊരു പണിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുകയാണ്. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ. കേട്ടോ പത്രം, ഉമ്മൻചാണ്ടി രാജിവെക്കില്ല. ചൂടുള്ള വാർത്ത, പത്രം അടിക്കുക. പത്രം. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. മുരളിയുടെ വള്ളി നിൽക്കാർ ഊരുമോ? ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. P. ജയരാജന്റെ കളസം ഊരിയതാര്? ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. പത്രം, പത്രം. മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചു. വള്ളി നിക്കറിന് അധിക നികുതി. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. പത്രം, പത്രം, പത്രം. കേട്ടോ പത്രം. നിയമസഭ തുടങ്ങിയ ശേഷം ശബ്ദം അങ്ങ് പോയി, ശബ്ദം കംപ്ലീറ്റ് അങ്ങ് പോയ ഒരു സ്ഥിതിവിശേഷമായി. ഇന്നത്തെ പത്രം, ഇന്നത്തെ പത്രം. അച്യുതാനന്ദൻ പോളിറ്റ് ബ്യൂറോയിലേക്ക്. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. കേട്ടോ പത്രം. പിണറായി മുഖ്യമന്ത്രിയാകുമോ എന്ന് കണ്ടറിയാം. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. ഏടാകൂട മുന്നണിക്ക് വേണ്ടി എണ്ണയിട്ട നോട്ടെണ്ണൽ യന്ത്രം പോലെ പ്രവർത്തിച്ചിരുന്ന മാണിസാർ ഇപ്പോൾ ആരും നോക്കാനില്ലാത്ത അവസ്ഥയിലാണ്. ഇംഗ്ലീഷിലെ 13-ാം അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന 13 കൊച്ചുമക്കളുള്ള 13-ാം നിയമസഭയുടെ 13-ാം സമ്മേളനത്തിൽ 13-ാം ബജറ്റ് അവതരിപ്പിച്ച ആളെന്ന റെക്കോർഡൊക്കെ ഉണ്ടെങ്കിലും 13 പേര് പോലും ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് അവസ്ഥ. നിറകൈകളുമായി വന്നിരുന്ന മാണിസാർ ഇപ്പോൾ വെറും കൈയോടെയാണ് സഭയിലെത്തുന്നത്. കോഴയിൽ തെന്നി പാവം KM മാണി
ഒരു വഴിക്കായി. ഇവിടെ മനുഷ്യൻ എന്തു വില, ഇവിടെ മനുഷ്യൻ എന്തു വില, ആർക്കും വേണ്ടാത്ത ദുഃഖശില, ഇവിടെ സ്നേഹത്തിനെന്തു വില, കാറ്റിൽ ചിതറും ചിലന്തിവല, ഇവിടെ മനുഷ്യൻ എന്തു വില. ഉടയോന്റെ മേടയിൽ ഉന്മാദമേളം, പാവത്തിൻ മാടത്തിൽ ബാഷ്പകല്ലോലം, ഇവിടെ മനുഷ്യൻ എന്തു വില, ഇവിടെ മനുഷ്യൻ എന്തു വില, ആർക്കും വേണ്ടാത്ത ദുഃഖശില. അതിവേഗം ചാണ്ടിയുടെ രാജിക്കു വേണ്ടി നാട് മുഴുവൻ സമരം ചെയ്ത് പോലീസിൻ്റെ തല്ലുവാങ്ങിയ യുവ സഖാക്കൾക്കിപ്പോൾ കിട്ടിയ തല്ലു മാത്രമാണ് മിച്ചം. തുരന്നെടുപ്പ് പേടി ബാധിച്ച പ്രതിപക്ഷം ഇപ്പോൾ തികച്ചും ശാന്തരാണ്. അച്ചു ഹസാരയുടെ മിമിക്രിയും വട്ടപ്പാട്ടുമൊക്കെയായി കഴിയുകയാണ് അവർ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച അവർ ഇങ്ങനെയൊക്കെയാണ് ആഘോഷിച്ചത്. സാർ, എന്തെങ്കിലും ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ട വേദിയാണ് സാർ ഈ നിയമസഭ എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 130 ദിവസമാണ് സാർ ഈ സഭ സമ്മേളിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചത്. അതിൽ 83 ദിവസവും സഭാ നടപടികൾ തടസ്സപ്പെടുകയാണ് സാർ. നിയമസഭയിൽ മുദ്രാവാക്യം വിളിക്കാനല്ലാതെ പ്രസംഗിച്ച് കാര്യങ്ങൾ പറയാനുള്ള ആ കഴിവ് പോലെ ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് സാർ. അവനവൻ അനുകൂലമായിട്ട് വന്നാൽ മഹത്തായ കോടതി, അല്ലാത്ത കോടതിയാണെങ്കിൽ മുഴുവൻ ബൂർഷ്വാ കോടതി. ആ പഴയ ആ വരട്ടുവാദത്തിൽ നിന്ന് രക്ഷപ്പെടാത്തതുകൊണ്ടാണ് സാർ ഈ പാർട്ടി ഇന്ന് ഗതി പിടിക്കാത്തത്. അതിവേഗം ചാണ്ടിയും അച്ചു ഹസാരയും തമ്മിലുള്ള വാക്പോര് അവസാന സമ്മേളനത്തിലും കൊഴുക്കുകയാണ്. അച്ചു ഹസാരെ തുരന്നെടുപ്പിൽ സീറ്റ് ഉറപ്പിക്കാനായി ആഞ്ഞടിക്കുമ്പോൾ ഭരണത്തുടർച്ചയെന്ന പരിച കൊണ്ട് തടുത്തിടുകയാണ് അതിവേഗം ചാണ്ടി. ഇതുപോലെ നാണം കെട്ടൊരു മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള സീറ്റിൽ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു. ഞാൻ ലജ്ജിക്കുന്നു. ലജ്ജ തോന്നുന്നു സർ. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഞാനത് വെറുതെ പറയുന്നതല്ല. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചത് കൊണ്ട് ഇനി ആരോടൊപ്പവും എനിക്ക് പ്രവർത്തിക്കാൻ ഒരു പ്രശ്നവുമില്ല. ഏതായാലും നുണകൾ പറയുന്ന കാര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി എന്നേ ലിംഗം ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ച് കഴിഞ്ഞു. ഇനി ആര് വിചാരിച്ചാലും ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ റെക്കോർഡ് തകർക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചിരിച്ചൊക്കെ നടക്കുന്ന ഒരാളാണ്. ആരെയൊക്കെ എന്തായാലും ചിരിക്കും. തിരിച്ച് ആരെങ്കിലും ചിരിച്ചില്ലെങ്കിൽ എനിക്ക് വലിയ ടെൻഷനാണ്. പക്ഷെ ഇപ്പൊ ആ ടെൻഷനൊക്കെ മാറി. കൈതൊട്ടാൽ കൈതൊട്ടാൽ